ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ടായി, ജോലി നഷ്ടപ്പെട്ടവരും അതുപോലെ തന്നെ ബിസിനസ് തകർന്നു പോയ കുറേ ആൾക്കാർ നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഒരു അൺസർട്ടനിറ്റി അതിജീവിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഡ്രോപ്പ് ചെയ്ത് ഒരു IT കരിയർ ബിൽഡ് ചെയ്യാൻ റിസ്ക് എടുത്ത ഒരു 30 ലക്ഷം ആനുവൽ സാലറി പാക്കേജ് UK തന്നെ തിരിച്ചുപോയി അച്ചീവ് ചെയ്ത് ലൈഫ് റീഡിഫൈൻ ചെയ്ത അനൂപ് സുകുമാരൻ നായർ കോമളകുമാരിയാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. ഈ അലൂമിനി കണക്ട് എന്നുള്ള പ്രോഗ്രാം നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ കാരണം ഈ ബ്രോക്യാം ഒരുപാട് പേര് റിമോട്ടായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് കരിയർ റിലേറ്റഡും അതുപോലെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡൗട്ട്സ് വരാം. എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ 6 മാസത്തെ എൻ്റെ ഒരു നോളജ് എന്ന് പറയുന്നതും അവർ വർക്ക് ചെയ്തുണ്ടാക്കിയ നോളജും ഏകദേശം സെയിം ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം പെട്ടെന്ന് എന്നോട് ഞാനിങ്ങനെ ഒരു നോട്ട് ഡെവലപ്പറായിട്ട് വന്നിട്ട് ഇതിലോട്ട് കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത് എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇനി ഈ കരിയറിലേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ കുറച്ച് ചിന്തിച്ചായിരുന്നു. ബാക്കിയുള്ളവർ ഓരോ വീക്കും കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ആ പ്രഷർ കൂടെ നമ്മൾ എടുക്കണം. കാരണം നമ്മൾ ഓരോ വീക്ക് ബാക്ക് ആകുമ്പോഴും നമുക്കുണ്ടാകുന്ന പ്രഷർ ഈ പഠിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ പ്രഷറും കൂടെ നമ്മൾ എടുക്കേണ്ടി വരും. ഓൾറെഡി ബ്രോക്യാമിൽ നിന്നും ഒരു IT കരിയർ ബിൽഡ് ചെയ്ത് സക്സസ്ഫുൾ ആയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുമായി ഇന്ററാക്ട് ചെയ്യാനും ഡൗട്ട്സുകൾ ചോദിക്കാനും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ മീറ്റിങ്ങിലേക്ക് വിളിച്ചതിൽ വളരെയധികം നന്ദി. കുറേ നാളായിട്ട് തന്നെ ഈ കോഡിങ്ങിലേക്ക് വരണം അല്ലെങ്കിൽ ഇങ്ങനൊരു ഡെവലപ്മെന്റ് ജോലിയിലേക്ക് തന്നെ കയറണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഗിറ്റബ് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അപ്പം ആദ്യമായിട്ട് ഞാൻ ഗിറ്റബ് എന്ന് കേൾക്കുന്നതും ആ സമയത്താണ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഗിറ്റബ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ നോക്കി അങ്ങനെ ആ ലിസ്റ്റ് ചെയ്ത് വന്ന വീഡിയോസിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയതാണ് നിഖിൽ സാറിൻ്റെ വീഡിയോ. അപ്പോൾ നിഖിൽ സാറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊരു ഇൻസ്പയർഡ് ആയി. കൊള്ളാമല്ലോ, ഈ വീഡിയോ കൊള്ളാം എന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടെ വേറെ വീഡിയോസ് ഉണ്ടെന്ന് നോക്കി അവരുടെ ചാനലിൽ കയറിയിട്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് കുറേ വീഡിയോസ് കണ്ടു. പിന്നെ മെയിൻ സ്റ്റാക്കിൻ്റെ കാര്യങ്ങൾ കണ്ടു, പിന്നെ Node.js-ന്റെ കാര്യങ്ങൾ കണ്ടു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെയാണ് ശരിക്കും ഞാൻ പഠിക്കേണ്ട കാര്യങ്ങളെന്ന്. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ് അവിടെ നിന്ന്. സാറിന് ഏജ് എപ്പോഴെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്? ഈ ഇന്റർവ്യൂവിൽ എവിടെയെങ്കിലും നമ്മൾ ഈ 34 എന്ന് പറയുന്നത് ഏജ് പ്രശ്നമൊന്നുമില്ല? അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ 6 മാസത്തെ എൻ്റെ ഒരു ആ കോഴ്സിലുണ്ടായ ഒരു എന്താ പറയുക ഒരു നോളജ് എന്ന് പറയുന്നതും അവർ വർക്ക് ചെയ്തുണ്ടാക്കിയ നോളജും ഏകദേശം സെയിം ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. കാരണം അവരെഴുതുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാനും കോഡ് എഴുതുന്നത്. അവർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ടീംമേറ്റ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് കയറിയ ഒരു 3 പേരുണ്ട്. അപ്പം അതിൽ 2 പേരും നിയർലി 4 to 5 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ അവരും ജൂനിയറായിട്ടാണ് കയറിയിരിക്കുന്നത്. ഇന്ത്യയിലാണ് വർക്ക് ചെയ്ത ആൾക്കാർ. പക്ഷെ അവർ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാനും കോഡ് ചെയ്യുന്നത്. അപ്പം എനിക്കൊരു ഇത്രയും ഏജ്, അവർക്ക് 26, 24 ആ റേഞ്ചിലുള്ള ആൾക്കാരാണ്. പക്ഷേ എനിക്കൊരു ഫീലിംഗ് തോന്നിയിട്ടില്ല ഞാൻ ഇത്രയും ലേറ്റായിട്ടാണ് വന്നതെന്നോ അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ലെന്നോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ബ്രോക്യാമ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ കുറച്ച് വീക്കൊക്കെ നല്ല എനർജറ്റിക് ആയിട്ട് മുമ്പോട്ട് പോകും. പിന്നെ അറ്റ് സം പോയിന്റ് പ്രൊഡക്റ്റീവ് എല്ലാം തോന്നിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് ചിലപ്പോൾ ഡിപ്രഷൻ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ അതെങ്ങനെ ഓവർകം ചെയ്തു? സത്യം പറഞ്ഞാൽ ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അറ്റ് ദ മൊമെന്റ് പോലും ഞാൻ ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള ഒരു മൈൻഡിലാണ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചില സമയങ്ങളിൽ 12 മണി വരെയും ചില സമയം 2-3 മണി വരെയൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട് വർക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ 2 സീരീസ് കണ്ടു തീർത്തിട്ടുണ്ട് 6 മാസത്തിനിടയ്ക്ക്. ഒന്ന് ബ്രേക്കിംഗ് ബാഡും പിന്നെ ബെറ്റർ കോൾ സോളും. ഈ 2 സീരീസ് ഞാൻ ഈ 6 മാസത്തിനിടയ്ക്ക് കണ്ടു തീർത്തതാണ്. അപ്പൊ നമുക്ക് ഡിപ്രഷൻ വരികയാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് നമ്മുടേതായ രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് വേറൊരു രീതിയിലേക്ക് നമ്മൾ തിരിച്ചു വിടുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു കുറച്ച് നേരത്തെ ഒരു ഗ്യാപ്പ് എടുക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. അപ്പൊ അതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. സാറിപ്പോ റിമോട്ട് ആയിട്ടല്ലോ വർക്ക് ചെയ്യുന്നത്. സോ ഈ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞങ്ങൾ റിമോട്ട് ആയിട്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ സാറിന് അവിടെ എന്തായാലും പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഗ്രൂപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്ക് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ ഇപ്പൊ നമ്മൾ ആകെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു 1 hour കമ്മ്യൂണിക്കേഷൻ സെഷൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇൻഡിവിജ്വലാണ്. അപ്പൊ നമ്മളുടെ ടാസ്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ അതുപോലും ചിലപ്പോൾ ഡിസ്കസ് ചെയ്യില്ല. നമ്മൾ അത് വെച്ച് ഇങ്ങനെ തെരഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുണ്ടാവും. അപ്പൊ ഈ റിമോട്ടിൽ വർക്ക് ചെയ്യുമ്പോഴും ഇതേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അത് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? മെയിൻലി ഡെയിലി എനിക്ക് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന AWS ക്ലൗഡ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഈ AWS-ന്റെ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്. അപ്പം പെട്ടെന്ന് എന്നോട് ഞാനിങ്ങനെ ഒരു Node.js ഡെവലപ്പറായിട്ട് വന്നിട്ട് ഇതിലോട്ട് കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത് എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇത് ആ ഒരു ഫസ്റ്റത്തെ ഒരു 2-3 months ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി.
പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരുമായിട്ടും നമ്മൾ സംസാരിച്ചിട്ട് ഈ സീനിയർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ അവരോടും സംസാരിച്ചിട്ടാണ് ഞാൻ പുള്ളിനോട് ഈ ഡോക്യുമെന്റ് നോക്കുന്നു പറയാം. അപ്പോൾ അങ്ങനെ ആ ഡോക്യുമെന്റ്സ് നമ്മൾ വായിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. സർ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീക്ക് 3 ജാവാസ്ക്രിപ്റ്റ് എത്തി. അപ്പോൾ പ്രിഫർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ യൂട്യൂബ് വീഡിയോ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം മേ ബി നമുക്ക് നോഡിലോ മോങ്കോഡിബിയിലോ എത്തുമ്പം ആ ഒരു ഇത് നമുക്ക് എന്താ പറയാ ഓക്കെ ആയിട്ട് തോന്നാത്ത ഒരു ടൈം വരും. വേറൊന്ന് പുതിയത് കണ്ടുപിടിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ചാനൽ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ്ലി ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഫോളോ ചെയ്ത് ഏതെങ്കിലും ഒന്നുണ്ടോ ഒരു വെച്ച് നോക്കുന്നേരം? അങ്ങനെ ഒരിക്കലും നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഒരുപാട് വീഡിയോസ് കാണേണ്ടി വരും, പിന്നെ ഡോക്യുമെന്റേഷൻ വായിക്കേണ്ടി വരും. ഇപ്പം നോട്ട് ജെയ്സിന്റെ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വളരെ വളരെ ബേസിക് ഒരു സ്ട്രക്ചറാണ്. നമുക്ക് നോട്ട് ജെയ്സിന്റെ ഒരു ഡോക്യുമെന്റേഷൻ വായിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു നോട്ട് ജെയ്സിന്റെ കോഡ് എഴുതാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ ഒരു ഇവന്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് അവർ എഴുതിക്കുന്നത്. നമ്മൾ അത് അങ്ങനെ തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു മെയിൻ സ്റ്റാക്കിൽ എഴുതാൻ പറ്റില്ല നോട്ട് ജെയ്സിന്റെ അവരുടെ ഡോക്യുമെന്റേഷൻ വായിച്ചിട്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ പല വീഡിയോസും കാണേണ്ടി വരും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് ഇങ്ങനെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പല വീഡിയോസും കാണേണ്ടി വരും. ഒരുപാട് വീഡിയോസ് കണ്ടിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ മോങ്കോ ഡി ബി തന്നെ ഞങ്ങൾ പല വീഡിയോസ് കണ്ടിട്ടാണ് മോങ്കോ ഡി ബിയിൽ ഒരു വീഡിയോ സെലക്ട് ചെയ്തത്. അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാ കാര്യവും ഇപ്പൊ ജാവാസ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, ഇപ്പം അക്ഷയ് സൈനിയുടെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതൊരു ബേസിക് ആയിട്ടാണ് ഞങ്ങൾ കണ്ടത്. കാരണം അതോടുകൂടി നമുക്ക് നിർത്താൻ പറ്റില്ല. കാരണം അക്ഷയ് സൈനിയുടെ ആ വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് മൊത്തം ആയെന്നല്ല അതിനർത്ഥം. അപ്പം ആ ഒരു വീഡിയോ വെച്ചിട്ടാണ് നമ്മൾ ബേസ് തുടങ്ങുന്നത്. സോ പല വീഡിയോസ് നമ്മൾ റെഫർ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. നിയർലി 300 സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. നിർത്താതെ ഒരു എനിക്ക് തോന്നുന്നു 2 hours മേലെ ഇപ്പൊ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെ റിസ്ക് എടുത്തതിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവോ, അല്ലെ നമ്മുടെ ഈ റിസ്ക് ഒക്കെ വെറുതെ ആകോ? അപ്പൊ അങ്ങനെ ആ ഒരു ഒറ്റ കാര്യം വെച്ചിട്ട് ഒരു ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് എന്നുള്ള മെയിനായിട്ട് പറഞ്ഞാൽ റിസ്ക് എടുക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു റിസ്ക് എടുക്കാൻ നമുക്ക് ഒരിക്കലും ഒന്നും നേടാൻ പറ്റില്ല. സോ റിസ്ക് എടുക്കുക എന്ന് മാത്രമല്ല, അതിനുവേണ്ടി അധ്വാനം വേണം, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ കഴിവിൽ നമ്മൾ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന്. ഞാൻ ഡെയിലി വൈസ് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നോട്, ഞാനിത് മുന്നോട്ട് കൊണ്ട് പോകണോ, കാരണം എനിക്കിത് പറ്റുന്ന കാര്യമാണോ എന്ന് ഞാൻ എന്നോട് തന്നെ പലതവണ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക. എത്രത്തോളം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ അതിനുവേണ്ടി ഇറങ്ങുന്നു, നമുക്ക് കൂടുതൽ നോളജ് കിട്ടിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ നോളജ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ആവശ്യം വരുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ എന്തിനാണ് ഇപ്പം പഠിക്കുന്നതെന്ന്. ഈ പഠിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഇപ്പം യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ വർക്ക് ചെയ്യാൻ കയറുന്നിടത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ. നിങ്ങൾ ആവശ്യമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 6 മാസം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയോ ചെയ്യരുത്. ഉറപ്പായിട്ടും നിങ്ങൾക്കത് ആവശ്യം വരും. കാരണം നമ്മളൊരു വർക്ക് എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പഠിച്ചതിൻ്റെയൊക്കെ പ്രാക്ടിക്കലാലിറ്റി എവിടെയാണെന്ന് നിങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം പല കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്ന പോലും ഉണ്ടാകത്തില്ല. പേപ്പറിൽ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷനിൽ കാണുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ നമ്മൾ വർക്കിംഗ് മൈൻഡിൽ വരുമ്പോഴത്തേക്ക് അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും വരുന്നത്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പം ഇത് ഒരിക്കലും ഒരു കൺസേൺ ആയിട്ട് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും ഈ 6 മാസം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നാണോ നിങ്ങളിപ്പോൾ നിൽക്കുന്നത്? ഒരിക്കലും അല്ല. നിങ്ങൾ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ബ്രോക്യാമ്പിലേക്ക് വന്ന് ജോയിൻ ചെയ്തതിനേക്കാളും കൂടുതൽ അറിവ് നിങ്ങൾക്ക് എന്തായാലും 6 മാസം കഴിയുമ്പോൾ നിങ്ങളിലുണ്ടാവും. ആ ഒരു കണ്ടിന്യൂഷനാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഈ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം കഴിഞ്ഞു, അല്ല. അത് കഴിഞ്ഞാലും വീണ്ടും പഠിക്കാനാണ് പോകുന്നത് നമ്മൾ. കാരണം അവിടെ ഇരുന്ന് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. സോ ഇത് കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. സോ നിങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അതൊരു ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ബേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ പഠിച്ചതൊക്കെ തന്നെ. കാരണം അത് എന്താ പറയാ, ഒരു ടാസ്ക് നിങ്ങൾക്ക് കിട്ടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ എനിക്ക് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളൊരു ടാസ്ക് നിങ്ങളൊരു കമ്പനി കയറി ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ ഈ കാര്യം അന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, ഇത് ഇങ്ങനെ രീതി ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഞാൻ പല കാര്യങ്ങളും ഇതിവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. കാരണം പല കാര്യങ്ങളും ഞാൻ അവിടെ പഠിച്ച പല ഡേറ്റ സ്ട്രക്ചറിന്റെ പല കാര്യങ്ങളും ഞാൻ അവിടെ യൂസ് പോലും ചെയ്തിട്ടില്ല. നിങ്ങൾ വിചാരിക്കും ഡേറ്റ സ്ട്രക്ചർ എന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്ന്. അത് ഞാൻ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല അവിടെ. അതിന്റെ പ്രാക്ടിക്കാലിറ്റി എന്താണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ 1 or 2 ടാസ്കുകൾ ഞാൻ സോൾവ് ചെയ്തത്, ഒരു ഇഷ്യൂസ് സോൾവ് ചെയ്തത് തന്നെ ഡേറ്റ സ്ട്രക്ചർ വെച്ചിട്ടാണ്. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. സോ പഠിച്ചുകൊണ്ടിരിക്കുക. ജോലി കിട്ടില്ല എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട.
നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും. കാരണം നിങ്ങളെ കോൺഫിഡൻസ് ലെവല് അത്രയ്ക്ക് ഉണ്ടാവും പഠിച്ചിറങ്ങുമ്പോൾ. കാരണം എനിക്കുണ്ടായിരുന്ന ഞാൻ വന്ന് കയറിയപ്പോൾ എങ്ങനെയായിരുന്നോ അതിനേക്കാളും വളരെ വളരെ മച്ച് ബെറ്റർ ആയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. കാരണം എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ അറിയാമെന്നും മനസ്സിലായില്ല. ആ ഒരു ഡിഫറൻസ് ആണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നത്. നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം വേസ്റ്റ് ആവില്ല എന്നുള്ള മെന്റാലിറ്റി നമുക്ക് വേണം. അല്ലാത്ത പക്ഷം ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് എനിക്കിത് പഠിച്ചാൽ മതി, എനിക്കിതിൻ്റെ ആവശ്യമുള്ളൂ, എനിക്ക് ജോലി കിട്ടും, ആ ജോലിക്ക് ഇത് മതി, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ച് വെറുതെ സമയം കളയണ്ട എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു പ്രോബ്ലം വന്നു. ആ പ്രോബ്ലം വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ആ സ്കിപ്പ് ചെയ്ത കാര്യമായിരിക്കും ഇവിടെ യൂസ്ഫുൾ ആവുന്നത്. അപ്പം നമ്മൾ അന്നത് പഠിച്ചില്ലോ എന്ന് നമുക്ക് റിഗ്രറ്റ് ഫീലിംഗ് വരും. അപ്പോൾ എന്തായിക്കോട്ടെ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും നമുക്ക് ഇത് മതി എന്ന് വിചാരിച്ച് നമ്മൾ എപ്പോഴും ഒതുങ്ങി പോകരുത്. അത് എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആവും.